സോളാർ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരായ തെളിവടങ്ങിയ CD കണ്ടെത്താൻ ബിജു രാധാകൃഷ്ണനും ഉദ്യോഗസ്ഥ സംഘവും നടത്തുന്ന യാത്ര പുരോഗമിക്കുന്നു. നിലവിൽ ഇവർ പാലക്കാട് ജില്ലയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കോയമ്പത്തൂർ ലക്ഷ്യമാക്കിയാണ് യാത്രയെന്നാണ് സൂചന. തെളിവുമായി മാത്രമേ തിരികെ വരൂവെന്ന് യാത്ര പുറപ്പെടും മുൻപ് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. തടവിലായതിനാൽ സ്രോതസ്സിൽ നിന്ന് രേഖകൾ വീണ്ടെടുക്കാൻ കഴിയാത്തതിനാൽ 1.5 മാസം കൂടി അധികം നൽകണമെന്നാണ് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരു ദിനം പോലും നൽകാനാവില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. തുടർന്നാണ് എറണാകുളം ജില്ലയിൽ നിന്ന് 6 മണിക്കൂർ യാത്രാ ദൂരത്തിൽ രേഖകളുണ്ടെന്ന് ബിജു പറഞ്ഞത്. കേരളത്തിന് പുറത്തെന്ന സൂചനയും നൽകി. ഇതോടെ സംസ്ഥാനത്തിന് പുറത്തുപോയി രേഖകൾ ശേഖരിക്കുന്നതിലെ നിയമസാധ്യതയെക്കുറിച്ച് വിശദമായ ചർച്ചയും കമ്മീഷനിൽ നടന്നു. വിസ്താരം തൽക്കാലം നിർത്തിവെച്ച കമ്മീഷൻ ബിജുവിനെ കമ്മീഷൻ മുറിക്കുള്ളിൽ തന്നെ സൂക്ഷിച്ചു. തുടർന്ന് 2.5 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് സോളാർ കമ്മീഷൻ അഭിഭാഷകൻ ഹരികുമാറിന്റെ നേതൃത്വത്തിൽ സംഘത്തെ അയക്കാൻ തീരുമാനിച്ചത്. എന്നാൽ യാത്രയ്ക്ക് പുതിയ ഉപാധികളുമായി ബിജു രംഗത്തെത്തി. തന്റെ അഭിഭാഷകനെ ഒപ്പം കൂട്ടാൻ അനുവദിക്കുക, പോലീസുകാരുടെ ഫോൺ കമ്മീഷൻ സൂക്ഷിക്കുക, തെളിവ് സൂക്ഷിച്ചിരുന്ന ആൾക്കെതിരെ നടപടിയെടുക്കാതിരിക്കുക എന്നിവയായിരുന്നു അത്. അഭിഭാഷകനെ കൂടെ കൊണ്ടുപോകുന്ന കാര്യം തള്ളിയ കമ്മീഷൻ മറ്റു കാര്യങ്ങൾ ഭാഗികമായി അനുവദിച്ചു. യാത്രയ്ക്ക് തൊട്ടുമുമ്പും തെളിവുകൾ എത്തിക്കാനാവുമെന്ന ആത്മവിശ്വാസം ബിജു രാധാകൃഷ്ണൻ പങ്കുവച്ചു. യഥാർത്ഥത്തിൽ ഇന്ന് തെളിവുകൾ കൊണ്ടുവരും, ഉറപ്പാണ്. പറഞ്ഞല്ലോ 4 സെറ്റ് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ആ 4 സെറ്റ് തെളിവുകളും ഒന്ന് നഷ്ടപ്പെട്ടാൽ വേറെ ഒന്ന് എടുക്കാനുള്ള തയ്യാറെടുപ്പിൽ ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കും ആലോചനകൾക്കും ഒടുവിൽ 3:45 യാത്ര യാത്ര ആരംഭിച്ചു. അഡ്വക്കേറ്റ് ഹരികുമാറിനൊപ്പം കമ്മീഷന്റെ 2 പോലീസുകാരും പൂജപ്പുരയിൽ നിന്നുമെത്തിയ 2 പോലീസുകാരുമാണ് ഉള്ളത്. റിപ്പോർട്ടർ, കൊച്ചി.